വളരെ ഐശ്വര്യം ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത് വന്നിട്ട് ശേഷം ഏറ്റവും ദരിദ്രമായ ഒരു രാജ്യമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുന്നത്. വന്ദേ മാതരം മഹാത്മാഗാന്ധി കീജെ എന്ന് വിളിച്ചെല്ലാവരും കൈയടിച്ച് പിരിഞ്ഞു. പോകാം പോകാം പൊന്നനിയ പോർക്കളമല്ലേ കാണുന്നു. ഇതെല്ലാം എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ നമ്മുടെ ഗാന്ധിജി മൂലമാണ് കിട്ടിയത്, അത് ഓർത്തോണം. ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. അല്ല, സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി എനിക്ക് എൻ്റെ പ്രായത്തിൽ എനിക്ക് അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഈ പറഞ്ഞ പോലെ എൻ്റെ സഹോദരനിൽ നിന്ന് അല്ലെങ്കിൽ വീട്ടിലെ സംഭാഷണങ്ങളിൽ നിന്നൊക്കെ അറിഞ്ഞിട്ടുള്ള അറിവുകളാണ്. അതിനപ്പുറമായിട്ട് ആ സമയത്തൊന്നും അധികം അറിഞ്ഞിരുന്നില്ല. പിൽക്കാലത്താണ് ഞാനത് മിഡിൽ സ്കൂളും ഹൈസ്കൂളും ഒക്കെ പഠിക്കുന്ന കാലത്താണ് കുറേശ്ശെയായിട്ട് ഞാനിതിലേക്ക് പൂർണ്ണമായിട്ടും ആകർഷണമാകുന്നത്. അന്ന് വലിയ ശരിക്കും ആദർശവാദിയായിരുന്നു. ഞാൻ ഈ പഠിക്കുന്ന കാലത്തൊന്നും പിന്നെ ഒരു വീഡിയോ സിഗരറ്റോ ഒന്നും വലിക്കാൻ ശ്രമിച്ചിട്ട് പോലുമില്ല. അങ്ങനെയുള്ള ആ തരത്തിലൊക്കെ വളരെ ആദർശവാദിയായിട്ടാണ് ഞാൻ വളർന്നത്. അതിനപ്പുറത്തേക്ക് പോയിട്ട് ഈ ഫ്രീഡം മൂവ്മെൻറ്റ് നമുക്ക് പക്ഷേ ഉള്ള ഒരു ഈ സ്വാതന്ത്ര്യ സമരം അതിനെ തുടർന്ന് ഇന്ത്യ സ്വതന്ത്രയാവുകയും ചെയ്തിട്ടുള്ള ആ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിയതാണ് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. നെഹ്റുവിൻ്റെയൊക്കെ മറ്റും ഒരു കവിയും വലിയ ചിന്തകനും ഒരു പിന്നെ സമത്വവാദിയും ഒക്കെ ആയിരുന്ന ഒരു വലിയ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ രൂപം കൊള്ളുന്ന ഈ എല്ലാ ദിശകളിലേക്കും വ്യാപിച്ചു കിടന്ന ഒരു പുരോഗതിയുടെ ഒരു പ്രവർത്തനത്തിൻ്റെയൊക്കെ ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്ല, വേറെ ഒന്നും കൊണ്ടല്ല. തരൂർ പറയുന്നതിൻ്റെ കൂട്ട് വളരെ ഐശ്വര്യം ഉണ്ടായിരുന്ന ഒരു രാജ്യത്ത് വന്നിട്ട് 200 കൊല്ലത്തിന് ശേഷം ഏറ്റവും ദരിദ്രമായ ഒരു രാജ്യമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് പോകുന്നത്. ആ ദരിദ്രമായിട്ടുള്ള ഇന്ത്യയെ സ്വന്തം നിലയിൽ നിൽക്കാനായിട്ടുള്ള സ്ഥിതി ഉണ്ടാക്കിയത് നെഹ്റുവിൻ്റെയും അദ്ദേഹത്തിനോടൊപ്പം പ്രവർത്തിച്ച മറ്റ് നേതാക്കന്മാരുടെയും മേധാശക്തി കൊണ്ടാണ്, അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, അവരുടെ സ്വപ്നങ്ങൾ കൊണ്ടാണ്. അതിനോടൊപ്പം വളരാൻ കഴിഞ്ഞു ഉള്ളതാണ്. ആ കാലഘട്ടത്തിലൂടെ വളരാൻ കഴിഞ്ഞു. കാരണം ആദ്യമൊക്കെ എല്ലാത്തിനും ക്ഷാമമായിരുന്നു. എല്ലാ വസ്ത്രങ്ങളായാലും ആഹാര സാധനങ്ങളായാലും എല്ലാം തീരെ ഇല്ലായിരുന്നു. പട്ടിണി തന്നെ ഉണ്ടായിരുന്നു പല ഭാഗത്തും ഇന്ത്യയിൽ. അങ്ങനെയൊക്കെ തുടങ്ങിയ ഒരു രാജ്യം ഇന്ന് നമ്മൾ ആഹാര സാധനങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് കയറ്റുമതി ചെയ്യാൻ സാധിക്കുന്നു. നമുക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. ജനങ്ങൾ കഴിയുന്നതും പട്ടിണി ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നു. ഇതൊക്കെ ഒരു ദിവസം കൊണ്ടുണ്ടായ മാറ്റങ്ങളല്ല. ഇതൊരു വളരെ കൃത്യമായിട്ടുള്ള ഒരു നവഭാരതത്തിൻ്റെ സൃഷ്ടിയിൽ കുറേ ത്യാഗശീലരായിട്ടുള്ള ആളുകൾ ഏർപ്പെട്ടതിൻ്റെ ഫലമായിട്ടാണ്. അന്നൊരു കിട്ടിയ അന്ന് ഞങ്ങളുടെ നാട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അന്ന് രാത്രി എന്നെ അച്ഛൻ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോയി. ഞങ്ങളുടെ വീട് ഒരു ദ്വീപിലാണ്, 4 ചുറ്റും വെള്ളമാണ്. വള്ളത്തെ കയറിയാലേ അക്കരെ ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നെയും കൊണ്ട് കൊച്ചു വള്ളത്തെ കയറിയാൽ നമുക്കൊരു സ്ഥലം വരെ പോകാം, അത്യാവശ്യമായിട്ട് പോകണം എന്ന് പറഞ്ഞ് അച്ഛൻ എന്നെ വള്ളത്തേക്ക് കയറ്റി അക്കരെ കൊണ്ടുവന്ന് അവിടെ ഒരു ബാങ്കുണ്ട്, കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ ഒരു ബാങ്ക് ഉണ്ടായിരുന്നു അവിടെ. അതിലൊരു ജെട്ടിയുണ്ട്. ഞങ്ങൾ എല്ലാം ബോട്ടിലാണ് യാത്ര. അപ്പോൾ അതിൻ്റെ ജെട്ടിയിൽ ഒരു അടയ്ക്കാമരം വലിയ നാട്ടി ഒരു കൊടി, ഒരു ത്രിവർണ്ണ പതാകയും നമ്മുടെ നാഷണൽ ഫ്ലാഗും എല്ലാം കെട്ടി ജോസഫ് പൂത്തറ എന്ന് പറഞ്ഞ നാട്ടിലെ ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹമാണ് രാത്രി 12 മണിക്ക് പള്ളി മണിയടിച്ചു. അന്നേരം പള്ളി മണിയടിച്ചിട്ട് രാത്രി 12 മണിക്ക് കൊടി ഉയർത്തി ബോലോ ഭാരത് മാതാ കീ ജയ്, വന്ദേ മാതരം മഹാത്മാഗാന്ധി കീ ജയ് എന്ന് വിളിച്ചെല്ലാവരും കൈയടിച്ച് പിരിഞ്ഞു. അന്നേരം വല്ലാത്തൊരു ത്രില്ലായിരുന്നു. എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. ആ സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഡൽഹിയിൽ റാംപാർട്ട് നെഹ്റു റെഡ് ഫോർട്ടിൽ പതാക ഉയർത്തുന്ന കാര്യങ്ങളൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ ഇതായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യം. ഈ സ്വാതന്ത്ര്യത്തിന് കിട്ടിയെന്ന് പറഞ്ഞാലേ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലുണ്ട്, തിരുവിതാംകൂറിലുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ പോയതും വന്നതും ഒന്നും നമുക്കറിഞ്ഞു. ഇവിടെ CP രാമസ്വാമയ്യരും ബാലരാമവർമ്മ മഹാരാജാവ് അന്നുകൊണ്ട് ഇന്നും അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അത്. ജോസഫ് പൂത്തറ എന്ന് പറഞ്ഞൊരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ കല്യാണം ഇതിനു വേണ്ടി തന്നെ കല്യാണമൊന്നും കഴിക്കാതിരുന്ന സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് അങ്ങനെ വിവാഹം ചെയ്തത് പോലും. അതിനുവേണ്ടി മാറ്റിവെച്ചിരിക്കുകയായിരുന്നു. അതാണ് എനിക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഓർമ്മ. അതാണ്. പോകാം പോകാം പൊന്നനിയ
പോർക്കളമല്ലേ കാണുന്നു നമ്മൾ കണിയിട്ടവിടത്താം നാടിനു വേണ്ടി പടവെട്ടാം നാടിനു വേണ്ടി പടവെട്ടാം നാം ഇന്നെല്ലാം കുഞ്ഞുങ്ങൾ നാളെ പക്ഷേ പൗരന്മാർ ചൊട്ടയിലടിമകളായി പോയാൽ ചുടലവരേക്കതു നീയില്ലേ ചട്ടം ചട്ടം നാടെല്ലാം നാട്ടിലിരുന്നു പൊറുക്കേണ്ട തുപ്പിപ്പോയാൽ പോലീസ് തുമ്മലു കേട്ടാൽ പട്ടാളം പേനയെടുത്താൽ ജയിലായി മേനി നിവർത്താൽ ഇടിയായി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം മധുരം വിളമ്പി ഞങ്ങൾക്കൊക്കെ എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സ്കൂളിൽ അവൽ നനച്ചതും ഓരോ പഴവും ഞങ്ങൾക്കൊക്കെ തന്നു. എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങളുടെ ഭാർഗവിയമ്മ സാർ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ പറഞ്ഞു, ഇന്ന് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ അവൽ നനച്ചതും പഴവും ഒക്കെ മധുരം കഴിക്കുമ്പോൾ ഇതൊരു മധുരമുള്ള ദിവസമായിട്ട് ഓർമ്മിക്കണം, അതിനാണ് എന്ന് പറഞ്ഞു. ഈ ഭാർഗവിയമ്മ സാർ നമ്മുടെ കാരൂർ നീലകണ്ഠപിള്ള സാറിൻ്റെ ബന്ധുവാണ്, ഭാര്യയുടെ ചേച്ചിയാണ്. സാഹിത്യവാസനയൊക്കെ ഉണ്ട് ടീച്ചർക്ക്. അതുകൊണ്ട് അപ്പോൾ ഈ ടീച്ചർ ഞങ്ങളോട് പറഞ്ഞു, നമ്മളിപ്പോൾ ഇന്ത്യക്കാരെല്ലാം ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മയിൽ നിന്ന് മാറി നമ്മളിപ്പോൾ സ്വതന്ത്രരായി എന്ന് പറഞ്ഞു. സത്യത്തിൽ ബ്രിട്ടീഷുകാരാരാണെന്നോ നമ്മൾ സ്വതന്ത്രരാരാണെന്നോ ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, സ്വാതന്ത്ര്യം ധാരാളം കിട്ടിക്കൊണ്ടിരുന്ന കുട്ടികളായിരുന്നു ഞങ്ങളെന്നുള്ളത് കൊണ്ട് ഓടാനും ചാടാനും ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകാനും ഒക്കെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വീടുകളിലും കുട്ടികൾക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മളൊക്കെ അസ്വതന്ത്രരാണെന്ന് പറയുന്നത് എന്താണെന്ന് ആ ടെർമിനോളജി ഞങ്ങൾക്ക് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായില്ല. ഞാൻ ആ ക്ലാസ്സിലെ കൊള്ളാവുന്ന ഒരു ലീഡറായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. പിന്നെ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത് ഗാന്ധിജിയോട് വലിയ ഇഷ്ടമുള്ളൊരമ്മൂമ്മ എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഹരിനാമകീർത്തനമൊക്കെ ചൊല്ലുന്ന പോലെ അമ്മൂമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതെല്ലാം എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ നമ്മുടെ ഗാന്ധിജി മൂലമാണേ കിട്ടിയത്, അത് ഓർത്തോണം. ഗാന്ധിജി നമ്മുടെ വീട്ടിലെ ഒരു കാർന്നോരാണ്. അതെനിക്ക് മനസ്സിലായി.